പ്രിയമുള്ളവരെ, നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് കർണാടകയിലെ ബൈരക്കുപ്പ എന്ന് പറയുന്ന സ്ഥലത്താണ്. അതായത് കേരളത്തിലെ പെരിക്കല്ലൂരും കർണാടകയിലെ ബൈരക്കുപ്പയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കടത്തുള്ള പ്രദേശം. പക്ഷേ ഈ പ്രദേശവാസികൾക്ക് വലിയൊരു പ്രയാസമുണ്ട്. ഏകദേശം ഒരു 30 വർഷങ്ങൾക്ക് മുമ്പ് കർണാടക മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ വീരപ്പ മൊയ്ലിയും കേരള മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ കെ കരുണാകരനും സംയുക്തമായി ചേർന്ന് ഒരു പാലത്തിന് തറക്കല്ലിട്ടു. ഇപ്പോൾ 30 വർഷം കഴിഞ്ഞു. ഇതുവരെ ഒരു പാലം നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടില്ല. കേരളത്തെയും കർണാടകയും ബന്ധിപ്പിക്കുന്ന മനോഹരമായ ഈ ഒരു പ്രദേശം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണിത്. കർണാടകയും കേരളവുമായി അതിർത്തി പങ്കിടുന്ന വയനാട് ജില്ലയിലെ ഒരു പ്രദേശമാണ് ഈ പെരിക്കല്ലൂർ. പെരിക്കല്ലൂരിൻ്റെ അക്കരക്കര എന്ന് പറയുന്നത് കർണാടകയിലെ ബൈരക്കുപ്പ പ്രദേശമാണ്. പ്രകൃതി രമണീയമായ ഈ പ്രദേശത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. വയനാട്ടുകാരുടെ പ്രിയങ്കരനും കേരളത്തിൻ്റെ അഭിമാനവുമായ ബേസിൽ ജോസഫ് സംവിധാനം ചെയ്ത മിന്നൽ മുരളി എന്ന ചിത്രം ഈ പ്രദേശത്താണ് ഷൂട്ട് ചെയ്തത്. കേരളത്തിൽ പുതിയ സർക്കാർ അധികാരമേറ്റു. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിലും കർണാടകയിലും ഇപ്പോഴും ഭരിക്കുന്നത് ഒരേ രാഷ്ട്രീയ പാർട്ടി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പദ്ധതി ആസൂത്രണം ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അതിന് രണ്ട് സംസ്ഥാനങ്ങളും സംയുക്തമായി ശ്രമിച്ചാലേ നടക്കുകയുള്ളൂ. ഇങ്ങനൊരു പാലം വന്നാൽ അതൊരു വലിയ വികസന മുന്നേറ്റമായിരിക്കും. കടത്തുപയോഗിച്ചാണ് ഇവിടെയുള്ള ആളുകളൊക്കെ ഇപ്പോൾ സഞ്ചരിക്കുന്നത്. നല്ലൊരു ടൂറിസം മാർഗമാണ്. എന്നിരുന്നാലും ഈ ഒരു വികസനവും ഈ നാടിന് ആവശ്യമാണ്. എന്തായാലും കാത്തിരിക്കാം. ബൈരക്കുപ്പ പ്രദേശം നേരിടുന്ന മറ്റൊരു വെല്ലുവിളി ഹോസ്പിറ്റൽ പോലുള്ള ആവശ്യങ്ങളാണ്. രാത്രി 6 മണിക്ക് ശേഷം രാത്രിയാത്രാ നിരോധനം ഉള്ളതുകൊണ്ട് തന്നെ കർണാടകയിലെ മൈസൂറിലോ മറ്റ് പ്രധാന കേന്ദ്രങ്ങളിലേക്കോ അവർക്ക് പോകാൻ കഴിയില്ല. അവർക്ക് ആശ്രയിക്കാവുന്ന ഏക സ്ഥലം ബത്തേരി മാത്രമാണ്. പക്ഷേ രാത്രിയിൽ കടത്തോ മറ്റ് സൗകര്യങ്ങളോ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർ വലിയ പ്രതിസന്ധിയാണ് അനുഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പാലം വലിയൊരാവശ്യമാണ് ഇരു പ്രദേശങ്ങൾക്കും, പ്രത്യേകിച്ച് കർണാടകയിലുള്ള ജനങ്ങൾക്ക്. ഇതാണ് ബൈരക്കുപ്പ പാലത്തിൻ്റെ ശിലാഫലകം. ഒരു ഓർമ്മയായിട്ട് ഇവിടെ അവശേഷിക്കുന്നു.